ഹലോ അസ്സലാമു അലൈക്കും. ആവിയിലൊക്കെ വേവിച്ച് സ്നാക്സ് ആകുമ്പം നമുക്ക് കഴിക്കാൻ ഒന്നും കൂടി ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ? അത് നമുക്ക് ഹെൽത്തിന് ഒന്നും കൂടി നല്ലതല്ലേ? എണ്ണയിലൊന്നും മുക്കി പൊരിക്കാത്ത സ്നാക്സ് ആകുമ്പോൾ കാണാനും നല്ല മൊഞ്ചുണ്ടല്ലേ, കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ ചെമ്മീൻ അപ്പമാണ് കേട്ടോ. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടി ഞാനിപ്പോൾ ഒരു 300 ഗ്രാമോളം വലിയ ചെമ്മീൻ ആയതുകൊണ്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറുതാക്കിയിട്ടുണ്ട്, അതെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും. എന്നതിന് ശേഷം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ സമയം ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അഥവാ നമുക്ക് ടൈം ഇല്ലെങ്കിൽ അന്നപ്പോൾ തന്നെ പൊരിച്ചിട്ട് നമുക്ക് മസാല ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. വേറൊരു പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ കേട്ടോ ഞാനിപ്പോൾ എടുത്തത്, അതാകുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ ചെമ്മീനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ കുഞ്ഞ് ചെമ്മീനായതുകൊണ്ട് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും കേട്ടോ. ഒരുപാട് ടൈമിംഗ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാ നമ്മൾ ചെമ്മീനൊക്കെ ഇവിടെ നല്ലതുപോലെ ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഇതിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. ഈ സെയിം പാനിൽ തന്നെ കേട്ടോ ഞാൻ ഇതിൻ്റെ മസാലയും റെഡിയാക്കുന്നത്. അതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസ് ഉള്ളിയില്ലേ, ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉള്ളി നല്ലതുപോലെ വഴന്ന് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കുക. ഒരുപാടൊന്നുമില്ല, ജസ്റ്റ് ഗരം മസാല പൊടി മാത്രം കേട്ടോ നമ്മൾ ഇടുന്നത്. നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഈ ഉപ്പ്, കുരുമുളക്, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടത് കൊണ്ട് വീണ്ടും അതൊന്നും ഇടേണ്ട ഒരു ആവശ്യവും. എന്നിട്ട് പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ചെമ്മീനില്ലേ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയിൽ ചെമ്മീനൊക്കെ നല്ലതുപോലെ മിക്സ് ആയിട്ട് വരണം. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടാൽ നമ്മളെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റായിട്ട് ഈ ഒരു മസാല കഴിക്കാൻ ചപ്പാത്തി പൊറോട്ടൻ്റെ ഒപ്പമൊക്കെ. ഇനിയിപ്പോൾ ഇതാ നമുക്കിത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ ബാറ്ററി ഇല്ല അത് റെഡിയാക്കാം. ഞാനിപ്പോൾ 2 മണിക്കൂർ കുതിർത്തെടുത്ത് വെച്ച ഒരു ജീരകശാല അരിയില്ലേ, 1/2 കപ്പ് അതാട്ടോ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചരിയില്ലേ അതും എടുക്കാം. ഞാനിപ്പോൾ ജീരകശാല അരി 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കുതിർത്തെടുത്തിട്ട് കഴുകിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ഉള്ളിൻ്റെ പകുതിയില്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് ചോറും ഒരു 1/2 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു മുട്ടയും കൂടി പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1.5 ടീസ്പൂൺ ഫെനൽ സീഡ് ഇല്ലേ, പെരുംജീരകം, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. ഒട്ടും തരിതരിപ്പൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇതാ അരച്ചിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുക. കുറച്ച് ഒരുപാടൊന്നും വേണ്ട, കുറച്ച് ഒരു തുള്ളി മതി കേട്ടോ. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളെ ബാറ്റർ നമുക്ക് വേണ്ടത് നല്ല ലൂസായിട്ടാട്ടോ, ഒട്ടും തന്നെ കട്ടി ഉണ്ടാവാൻ പാടില്ല. കട്ടിയായി ഉണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് കുക്ക് ചെയ്യുമ്പോൾ ഇതൊരുമാതിരി വേവാത്ത പോലെ ഉണ്ടാകും. അതുകൊണ്ട് നല്ല ലൂസായിട്ട് തന്നെ മാവ് ഉണ്ടാവണം. ഇനിയിപ്പോൾ ഇതാ വേറൊരു അടി കട്ടിയുള്ള ഒരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യൊന്ന് മെൽറ്റ് ആയാൽ നമുക്കിത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മളെ ബാറ്ററിയില്ലേ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ 1/2 കപ്പ് വെച്ച് ചെയ്തതുകൊണ്ട് കുറച്ചാണ് ഉണ്ടാവുള്ളൂ, ഒരുപാട് കട്ടിക്കൊന്നും ഇതുണ്ടാവില്ല. എന്തായാലും അത്യാവശ്യം വലുപ്പത്തിൽ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ കൈവച്ചിട്ട് ഈ മസാലയില്ലേ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൈവച്ചിടുന്നതായിരിക്കും കേട്ടോ ഒന്നും കൂടി നമുക്ക് നല്ല സൗകര്യമായിട്ടുണ്ടാവുക. എന്നുവെച്ചാൽ എല്ലാ ഭാഗത്തും എത്താൻ വേണം. സ്പൂൺ വെച്ചാകുമ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരുപാട് മസാല കൂടിക്കിടക്കും കേട്ടോ. അപ്പോൾ കൈവച്ചിട്ട് തന്നെ ഇടാൻ ശ്രദ്ധിക്കുക. മസാല ഇതാ ഞാൻ ഉണ്ടാക്കി വെച്ച മുഴുവൻ മസാലയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് മല്ലിയില മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിർബന്ധമൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താലും മതി. എന്നിതിൻ്റെ മൂടി അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ, നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് 15 മിനിറ്റ് ഏകദേശം അത്ര വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതൊരു 15 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പം നമ്മളെ ചെമ്മീനപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചൂട് തണിൻ്റെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി നല്ല അടിപൊളി സ്നാക്സാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.